എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ചൂട് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് അല്ലേ? ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിൽക്കുന്നു. വെള്ളം പിടിക്കൽ മഹാമഹം, രാവിലെ എണീറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട്? മഴയോ ഇല്ല, ഒട്ടുമില്ല മഴ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ റീഡിങ് നമുക്ക് ഞാൻ ആ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാൻ പലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ. അതിനകത്ത് ടോപ്പിക്സ് കുറേ പേര് സജസ്റ്റ് ചെയ്തതെല്ലാം തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇതിൻ്റെ വേറെ വേർഷൻസ് തന്നെയാണ്. ബേസിക്കലി നോക്കി വരുമ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള റീഡിങ്സ് തന്നെയാണ്. കൂടുതലായും എല്ലാവർക്കും അതൊക്കെ അറിയാൻ തന്നെയാണ് താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലായി റിക്വസ്റ്റ് വന്നത് തേർഡ് പാർട്ടി റിലേറ്റഡ് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചെയ്യൂ എന്ന് കുറേ പേര് തന്നെ എനിക്ക് മെസ്സേജസിലും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം നമുക്ക് നിങ്ങളോടുള്ള കറണ്ട് എനർജി വേഴ്സസ് നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ പോട്ടെ. ആൽഫബറ്റ് റീഡിങ് മറന്നിട്ടില്ല, ചെയ്യാം കേട്ടോ. ആൽഫബറ്റ് റീഡിങ്ങിന് കുറച്ച് സമയം എടുത്ത് ചെയ്യണം, കാരണം 4 ഗ്രൂപ്പെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സമയം ഇരിക്കാൻ ഒറ്റ സ്ട്രെച്ചിൽ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ. കുറേ എനിക്ക് ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. അതുപോലെ രാശികളും ആൽഫബറ്റ് റീഡിങ്ങിലാണ് ഞാൻ രാശികൾ കൂടുതലായിട്ട് പറയാറുള്ളത് അല്ലേ. മറന്നിട്ടില്ല കേട്ടോ, നമുക്ക് ചെയ്യാം. ലൈവും ഞാൻ മറന്നിട്ടില്ല, ഞാൻ പറയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ മുതലായ പല കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് വേണം കേട്ടോ. അപ്പോൾ ന്യൂട്രലായി നിന്ന് മാത്രം റീഡിംഗ് കാണുക. ഓക്കെ, ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് എനർജി ഇന്ന് അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് ഇന്ന് എന്താണെന്ന് പറഞ്ഞു തരുക പ്ലീസ്. പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. Ace of Swords, Queen of Pentacles, 3 of Cups, Lovers, very good. Page of Pentacles, Knight of Cups, Fool, 8 of Wands, 8 of Cups. 8 of Wands ഒക്കെ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. Queen of Cups, 2 of Swords, Page of Swords, 8 of Pentacles. നിങ്ങളോടുള്ള കറണ്ട് എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജിയും കൂടെ അപ്പുറത്ത് എടുത്തിട്ട് ഒരുമിച്ച് നോക്കാം. അപ്പോഴല്ലേ ഒരു കമ്പാരിസൺ നമുക്ക് പറ്റത്തുള്ളൂ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോട് ഉള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് പറഞ്ഞു തരൂ. തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കുകയാണേ. നൈറ്റ് ഓഫ് കപ്സ്, 5 of Cups, 5 of Wands, King of Pentacles, 6 of Swords, 3 of Swords, 7 of Swords,
10 of Swords. Oh, okay. Page of Cups. The World. Empress. Okay. 3 of Cups. 8 of Wands. Bottom of the deck. Okay. തേർഡ് പേഴ്സണോട് മിക്സ്ഡ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് പറഞ്ഞാൽ അവർക്ക് ഒരു റിയലൈസേഷൻ, ഒരു സ്വയം തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് എന്ന് പറയുന്നു. അതായത് അവർക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുകയായിരുന്നെങ്കിൽ, ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലൊക്കെയാണ് അവർ നിന്നിരുന്നെങ്കിൽ അതിനെക്കുറിച്ച്, അവരുടെ ഫീലിങ്സിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി അവർക്ക് തീർച്ചയായും റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഓക്കെ. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് അവരോട് സ്നേഹം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു. ഓക്കെ. അതുപോലെ നിങ്ങൾ സ്വയം സമ്പാദിക്കുന്ന, അതേപോലെ എന്താ പറയുക, സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള, സ്വയം പര്യാപ്തതയുള്ള, സ്വന്തം കാലിൽ നിൽക്കുന്ന, ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർക്ക് ബഹുമാനവും കൂടിയാണ്. നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ആരുടെ മുന്നിൽ തല താഴ്ത്തി കൊടുക്കില്ല. ഓക്കെ. നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താലൊന്നും നിങ്ങൾ കേട്ട് നിൽക്കുന്ന വ്യക്തിയിൽ ഉടനെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ആ സ്വഭാവമൊക്കെ ഇവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇവർക്ക് വളരെ നല്ല അഭിപ്രായമാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. അങ്ങനെയാണ് അവർ നിങ്ങളെപ്പറ്റി, നിങ്ങളെ ഒരു ഹൈ ലെവലിലാണ് അവർ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയായിരിക്കാം. നിങ്ങളുടെ അടുത്താണ് ഇവരെല്ലാ കാര്യങ്ങളും, ജോബ് റിലേറ്റഡ് ആവട്ടെ, അവരുടെ ലൈഫിലുള്ള ഇഷ്യൂസ് ആവട്ടെ, എന്തു തന്നെ ആവട്ടെ, അവർ നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുത്താൽ അത് കറക്റ്റായിരിക്കുമെന്ന് അവർ ചിന്തിക്കാറുണ്ട്. ഓക്കെ. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തായിരിക്കും ആദ്യമായിട്ട് വന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിങ്ങളുടെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെ പ്രതി അവർക്ക് വളരെയധികം സ്നേഹവും ഫീൽ ചെയ്യാറുണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. കാരണം ലവേഴ്സിൻ്റെ കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ പരസ്പര സ്നേഹമാണ് എന്ന് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ പുറമേക്കൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ഭാവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് സ്നേഹമാണ് എന്നുള്ള കാര്യം. നിങ്ങൾ അവരുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ് എന്നവർ തീർച്ചയായും മനസ്സിലാക്കുന്നു കേട്ടോ. നിങ്ങളിൽ നിന്നും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്കും അവരോട് സ്നേഹമാണ്, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല എന്ന് നിങ്ങൾ അവരുടെ അടുത്ത് പറയണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ലൈഫിൽ, അവരുടെ ലൈഫിൽ എന്ന് അവരെയും അറിയിക്കണം നിങ്ങളെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. ഇവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് നിങ്ങളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ്, ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലും, സുഹൃത്തുക്കളുടെ കൂടെ ആയിരിക്കാം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കണമെന്നില്ല, മറ്റുള്ളവരുടെ കൂടെ ആയാലും കുറച്ച് സംസാരിക്കണം, കുറച്ച് തമാശകൾ പറയണം, ഒന്നിച്ചൊരു കാപ്പി കുടിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് കുറച്ച് സ്പെൻഡ് ചെയ്യണം നിങ്ങളുമായിട്ടെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ചൊന്ന് സംസാരിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. മനസ്സ് തുറന്ന് പരസ്പരം സംസാരിക്കുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്ന് അതിതീവ്രമായി ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം നിങ്ങൾ രണ്ടുപേരും അറ്റ് പ്രസൻറ്റ്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ഓക്കെ. ആണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് വളരെ ഇമോഷണലായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്.
അവർ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, വിരഹം വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്. അങ്ങനെ ഓവർവെൽമിങ് ഇമോഷൻസിൽ കൂടി അവർ കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് സോഴ്സ് വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായി കാണുന്നു. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും അവിടെ കാണുന്നുണ്ട്. പ്രോപ്പർ മാരീഡ് ആയിരിക്കണമെന്നില്ല, എന്തോ ഒരു രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ കമ്മിറ്റ്മെൻറ്റിൽ പെട്ട് ഒരു ജഗ്ലിങ്ങിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചിലരെങ്കിലും ആർക്കൊക്കെയാണോ അത് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഓക്കെ, മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടുള്ള ഓവർ ഇമോഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആയിരിക്കാം. ഓക്കെ, പഠിത്തം കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു സെൽഫ് റിലയൻസ് വന്നിട്ടില്ലാത്തൊരു സിറ്റുവേഷനിൽ ആണ് അവർ കൂടുതലായും ഈ ജഗലിങ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, ഇവർ ജോലിയൊക്കെ ആയിട്ട് വരും വരെ ഇവർ വെയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഇത് റെസനേറ്റ് ആവുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്കായിരിക്കും ഈ ഭാഗം റെസനേറ്റ് ആവുന്നത് കേട്ടോ. 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇതെല്ലാം ബാക്ക് ഓഫ് ദി മൈൻഡിൽ നടക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സൺ ജോലിയിലും കൂടി ശ്രദ്ധിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെയാക്കി എടുക്കാൻ എന്തെങ്കിലും ഹാർഡ് വർക്ക് അവരുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്നും എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ ഭാഗത്തു നിന്ന് എഫേർട്ട് ആവശ്യമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അവർ കല്ലുപോലെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എന്താ പറയുക എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഉണ്ടാവണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതായത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം അല്ലേ. ഏത് റിലേഷൻഷിപ്പിലും ഒരു വൺ സൈഡഡ് ആയിട്ട് മാത്രമല്ലല്ലോ എഫേർട്ട്സ് വേണ്ടത്, രണ്ട് സൈഡിൽ നിന്നും എഫേർട്ട് വേണം എന്നവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരു റീയൂണിയൻ തീർച്ചയായും നിങ്ങളുടെ റിലേഷനിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ വന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും മ്യൂച്വൽ ലവ് ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർ തീർച്ചയായും ചിന്തിക്കുന്നുണ്ട്. റീയൂണിയൻ വളരെ തീവ്രമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ടേബിൾ നിങ്ങളെക്കുറിച്ച് ഒരു മാഗ്നറ്റിക് പുൾ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി എന്ത് സിറ്റുവേഷൻ ആയാലും ആ റിലേഷനിൽ നിന്ന് വിട്ടു പോകാൻ അവർ ശ്രമിക്കുമ്പോൾ അവർക്കത് പറ്റുന്നില്ല. അത് പോയതുപോലെ അങ്ങ് തിരിച്ച് എന്തോ ഒരു കയറ് വെച്ച് വലിക്കും പോലെ ഒരു എന്താ പറയുക അദൃശ്യമായിട്ടൊരു കയറ്, ആ കയറ് വെച്ച് നിങ്ങളെ വലിക്കും പോലെ ഫീൽ ചെയ്ത് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. വളരെ തീവ്രമായ ഒരു അട്രാക്ഷനാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ്സാണ് എന്ന് അവർ കരുതുന്നു. ഒരു എംപ്രസ് ഇതാണായാലും പെണ്ണായാലും അതായിട്ട് കവനാജിയാണ് മാറ്റർ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങളുടെ കെയർ, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ സംസാരം, നിങ്ങൾ വളരെ ശാന്തമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇവരുടെ കാര്യത്തിൽ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതെല്ലാം ഇവർക്ക് ഭയങ്കരമായൊരു ഒരു സ്നേഹം, അതിതീവ്രമായൊരു സ്നേഹം നിങ്ങളെ തോന്നിക്കാൻ കാരണമാവുന്നു എന്നുള്ളതാണ്. അവരങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്ക് തോന്നാറുണ്ട്. മാനിഫെസ്റ്റേഷൻസ്, പ്രാർത്ഥനകൾ, നേർച്ചകൾ എല്ലാം തന്നെ ഇവർ നിങ്ങൾക്കായി ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ് ചിലരെങ്കിലും ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർക്ക് ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് ആണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്നും കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് ഇടാൻ, വീണ്ടും ഒരു എഫേർട്ട് ഇടാൻ അവർ തയ്യാറാണ്. ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും കേട്ടോ. ആ ഒരു എഫേർട്ടിലേക്ക് എത്തിച്ചേരാൻ അവർ സമയമെടുത്ത് കാണും. ഒരുപാട് കാലമായി കാണും നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട്. പക്ഷെ അവരൊരു മൂവ്മെൻ്റ് ഇല്ലാതെ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന, മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ല എന്നുള്ളൊരു രീതിയിൽ കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ഒരു ജഗ്ലിംഗ് മതി, ഇനി കുറച്ചൊരു എഫേർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എടുക്കാം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ ഫീലിങ്സ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും
തീവ്രമായി വരുന്നു എന്നാണ് കാണുന്നത്. കാരണം നമ്മൾ ഈ എന്താ പറയുക, ഫീലിങ്സ് മനസ്സിൽ അടക്കി വെക്കും തോറും ഒരു പ്രഷർ ബിൽഡാവുകയാണ് അല്ലേ. പ്രഷർ ബിൽഡ് എന്ത് പറ്റും, അവസാനം അത് പുറത്തേക്ക് വരും. ആ ഒരു ലെവലിലേക്ക് അവരെത്തിയതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കായിട്ട്. നിങ്ങളെ പ്രതി ഒരുപാട് അട്രാക്ഷൻ, സ്നേഹം, ബഹുമാനം എല്ലാം തന്നെ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് ആ ഒരു സ്വഭാവമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉറച്ച തീരുമാനവുമായി വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എസ്പെഷ്യലി ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവർ സമൂഹത്തിൽ കുറച്ച് അറിയപ്പെടുന്ന വ്യക്തികളുമായിരിക്കാം കേട്ടോ. എന്തു തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം, ഇനി വൈകിക്കുന്നില്ല, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ഒരു 2 കാർഡ് ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. നൈറ്റ് ഓഫ് സ്വാർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വിത്തൗട്ട് ഡിലേ ഒരു ഫേം ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കണം. സ്വിഫ്റ്റ് ആക്ഷൻ, പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കണം, ഇനി ഡിലേ വേണ്ട എന്നവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ചാരിയറ്റിൻ്റെ ഒരു സോർട്ട് ഓഫ് എനർജി തന്നെയാണ്. ചാരിയറ്റ് ഒരു തീരുമാനവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് വെച്ച് ഫാസ്റ്റായിട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഇതായിരുന്നു നിങ്ങളോടുള്ള കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ. ഇനി നമുക്ക് നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, അങ്ങനെ എന്ത് തന്നെ ആയിരിക്കാം. ഏറ്റവും നിങ്ങളുടെ പേഴ്സണ് മേലെ ഏറ്റവും കൺട്രോൾ ഒരു സുഹൃത്ത് പോലും ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ തടസ്സമായിട്ട് വരുന്നത് അതിനെ നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് എടുക്കുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ ഇനി തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. Clarify Knight of Cups. Please clarify Knight of Cups. Clarify Knight of Cups. 2 of Pentacles. Okay. 5 of Cups ഇവിടെ ഒന്ന്. Clarify 5 of Cups. Clarify 5 of Cups. Clarify 5 of Cups. The Moon. ഓക്കെ, ഇവിടെ മിക്സ്ഡ് ഇമോഷൻസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. 2 തരം ഫീലിങ്സും കീപ്പ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഇതിൽ. കാരണം ജനറൽ റീഡിംഗ് ആണ്, പലതരം ആൾക്കാരുടെ ഇത് എനർജീസ് ഇവിടെ കണക്റ്റ് ആവും. ആദ്യമായി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പേഴ്സൻ്റെ അടുത്ത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഇവരുടെ പാരൻസ് ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലായിരിക്കാം, കേസ് ബൈ കേസ് എടുത്തുകൊള്ളുക കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസും നൈറ്റ് ഓഫ് കപ്സും വെച്ച് എനിക്കത് കൂടുതലായിട്ടും പാരൻസിൻ്റെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഫൈനാൻഷ്യൽ ജഗ്ലിങ് അവർ ഫേസ് ചെയ്യും. ഈവൻ സ്പൗസ് ആണെങ്കിൽ തന്നെ ഈ തേർഡ് പേഴ്സൺ ഫൈനാൻഷ്യലി ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, അവിടെ എന്താ പറയുക, അവരെ പാടെ അവഗണിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? അവിടെ ഫൈനാൻഷ്യൽ ജഗ്ലിങ് ഉണ്ട് നിങ്ങളുടെ തേർഡ് പേഴ്സണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങ് കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ, പാരൻസ് ആയാലും സ്പൗസ് ആയാലും. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അവരുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് ചെയ്യണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക, ഇഗ്നോറിങ് വന്നിട്ടുണ്ടെങ്കിൽ, അവരെ ശ്രദ്ധിക്കാത്ത മട്ടിൽ നിങ്ങളുടെ പേഴ്സൺ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വയം അതിൽ വിഷമം തോന്നുന്നുണ്ട്. എന്നെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ആ വ്യക്തി നിൽക്കുന്നത്, പാരൻസ് ആയാലും സ്പൗസ് ആയാലും എന്നെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ ആ വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ അവരോട് ഉള്ള എൻ്റെ കടമ കൃത്യമായി ചെയ്യണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്സും ദി മൂണും. നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, ഇവരെ വല്ലാതെ മിസ്സിങ് ആയിട്ടും വെച്ചാൽ അവർ ഇവരുടെ അടുത്ത് ജെനുവിൻ ആയിരിക്കാം. ഓക്കെ, ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് വളരെ ജെനുവിൻ ആയിരിക്കാം കേട്ടോ. അവിടെ അവർ ഇവരെ മിസ്സ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ഇവരെ മിസ് ചെയ്യുന്നതായിട്ടും ഇവരെ പ്രതി അവർ ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നതായിട്ടും എല്ലാം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നവിടെ നിങ്ങളുടെ പേഴ്സണ് കുറേ പേർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ആർക്കിത് റെസനേറ്റ് ആവുന്നു അതുപോലെ എടുക്കുക. ജനറൽ റീഡിംഗ് ആണ്, തേർഡ് പാർട്ടി റീഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. ഓക്കെ, അവിടെ നിങ്ങളുടെ പേഴ്സണ്
ഒരു വിഷമം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തേർഡ് പേഴ്സണെ വെക്കുന്നല്ലോ, എസ്പെഷ്യലി ഇത് അവരുടെ സ്പൗസ് ആണെങ്കിൽ അവിടെ അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണില്ല. നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ വന്നുപോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അവിടെ ഇവരുടെ സ്പൗസ് അല്ലെങ്കിൽ ഇവരുടെ ആ തേർഡ് പേഴ്സൺ അവരെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഇവർക്ക് കാണുമ്പോൾ, വിഷമിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഇവർക്കും ഒരു വിഷമം തോന്നാറുണ്ട് പലർക്കും കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. 5 ഓഫ് വാൻഡ്സ് വെച്ച് ചിലർക്കെങ്കിലും ആ ഒരു ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവട്ടെ, ഇമോഷണൽ ബേർഡൻ ആവട്ടെ, അതെല്ലാം ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തടസ്സമാണല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ആ ലൂപ്പിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥ, അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു 4 വേലി കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് ഓടേണ്ടുന്ന ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? എല്ലാം ഉണ്ട്, ജഗ്ലിംഗ് ആണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താ പറ്റുന്നത്? ഒരു ബാലൻസ് ചെയ്ത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ എക്സിസ്റ്റിംഗ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇവർക്ക് പോസിബിൾ ആവുന്നില്ല. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വേലിക്കകത്ത് നിന്ന് മാത്രമേ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ജഗ്ലിംഗ് വരികയാണ്. ബാലൻസ് ചെയ്ത് മാത്രം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത് കേട്ടോ. മറ്റു ചിലർക്ക് അവരുടെ സ്പൗസുമായിട്ട് അവർ ഒരു സെപ്പറേഷനിലാണ്. ഈവൻ പാരൻസ് ആയിരിക്കാം, പാരൻസ് ആയാലും അവിടെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുമിച്ചാണെന്ന് കാണുന്നില്ല. ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണ്. ലോങ് ഡിസ്റ്റൻസ് മാത്രമല്ല, ഒരു സെപ്പറേഷൻ ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് പോലെ, ഒരു പെയിൻഫുൾ എൻഡിങ് ആ റിലേഷൻഷിപ്പിന് വന്നതുപോലെയും കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. ഓക്കെ, സെക്കൻഡ് ലൈനിൽ അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി നിങ്ങളുടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും കടന്നു പോകുന്നത് പോലെയും, ഒരു സെപ്പറേഷൻ അവിടെ വന്നിരിക്കുന്നത് പോലെയും, ഒരു പെയിൻഫുൾ എൻഡിങ് വന്നിരിക്കുന്നത് പോലെയും, ആ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിന്നും പോയതായിട്ടും കാണുന്നു. വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചതായിട്ടും കാണുന്നു. പക്ഷെ വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. മറഞ്ഞു നിന്ന് പല രീതിയിൽ, ഫ്രണ്ട്സ് വഴിയാവാം, അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആവാം, മറഞ്ഞു നിന്ന് നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പലരും ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് എന്നും കാണുന്നുണ്ട്. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കാം, ജോലി സംബന്ധമായിട്ടൊക്കെ ആയിരിക്കാം, മറ്റൊരു ഭാഗത്ത് ആണ് ജീവിക്കുന്നതെന്ന് കാണുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് ഇവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പലർക്കും നടക്കുന്നുമുണ്ട്. ഈ സെപ്പറേഷൻ പാർട്ടീസിനല്ലാതെ, ടോട്ടൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലാതെ മറ്റുള്ളവരെല്ലാവരും തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ സംസാരിക്കേണ്ട വീട്ടിലെ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ട് എല്ലാം തന്നെ സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ടോട്ടൽ സെപ്പറേറ്റഡ് ആയി പോയ വ്യക്തികളല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അവർ കമ്മ്യൂണിക്കേഷനിലുള്ളതായിട്ട് തന്നെ കാണുന്നു. ഈവൻ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ, വേൾഡിൻ്റെ മറ്റൊരു ഭാഗത്ത്, ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇവരുടെ ഇടയിൽ കുഞ്ഞുങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട് എംപ്രസിൻ്റെ കാർഡ് വെച്ചിട്ട്. ഓക്കെ, ഇവർ, അതായത് ഈ പേഴ്സൺ, തേർഡ് പേഴ്സൺ അവരുടെ കുട്ടികളുടെ, നിങ്ങളുടെ പേഴ്സൻ്റെ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനം അവർക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലേ. എന്ത് തന്നെ ആയാലും ആ പേഴ്സൺ, നിങ്ങളുടെ തേർഡ് പേഴ്സൺ അവിടെ സ്പൗസ് തന്നെയാണ്, ഉറപ്പായിട്ടും ഭാര്യയോ ഭർത്താവോ തന്നെയാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനോ അമ്മയോ ആണ്. ആ സ്ഥാനം അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, ആ ഒരു റിലേഷനിൽ പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നും പുറത്തേക്ക് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആണല്ലോ. കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം വരികയാണ് അവിടെ. കുഞ്ഞുങ്ങളുടെ അമ്മ, അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം അവിടെ പ്രബലമായി പോകുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൂടിയിട്ടാണ് അതിൽ നിന്നും പുറത്ത് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർക്ക് സാധിക്കാതെ ഇരിക്കുന്നത്. ഓക്കെ, കൂടുതലായും കുറേ പേരെങ്കിലും എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്, കോർഡിയൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. അവിടെ പറയത്തക്ക പ്രശ്നങ്ങളില്ലാതെ, എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് മറ്റ് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടായാലും എല്ലാം വളരെ സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഇവരൊരുമിച്ച് യാത്രകൾ പോകാറുണ്ടായിരിക്കും,
വീട്ടിൽ ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാറുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? മറ്റ് റിലേഷൻസിൻ്റെ അടുത്തൊക്കെ വളരെ നന്നായി പെരുമാറുന്നുണ്ടായിരിക്കും. അതായത് പുറമേക്ക് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് വരാതിരിക്കാൻ പരമാവധി ഇവർ രണ്ടുപേരും തന്നെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 8 ഓഫ് വാൻഡ്സ് വെച്ച് ഈ പ്രോസസ്സിൽ, കാരണം പ്രിറ്റൻഡ് ചെയ്യുകയാണല്ലേ, അഭിനയിക്കുകയാണ് രണ്ടുപേരും തന്നെ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഭാവിക്കുകയാണ് പുറമേക്ക്. രണ്ടുപേർക്കും തന്നെ ഒരു മടുപ്പ് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് എത്ര നാളിങ്ങനെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ ഒരു മടുപ്പ് രണ്ടുപേരുടെയും ഇടയിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. അഭിനയിച്ച് ഒരു മടുപ്പ് വരും അല്ലേ? കുറേ നാൾ പ്രിറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് കാണിച്ച് മുന്നോട്ട് പോകുമ്പോഴേ രണ്ട് സൈഡിലും സ്ട്രഗിൾ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവിടെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവർ നിങ്ങളുടെ തേർഡ് പേഴ്സണ് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പരമാവധി ക്ഷമയോടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നത് എന്നും കാണുന്നുണ്ട്. അവരുടെ ജോലിയിൽ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, സേവിങ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സണും തന്നെ രണ്ടുപേരും തന്നെ ജോലിയിലും സേവിങ്സിലും എല്ലാം കുടുംബ ഭദ്രതയിലും എല്ലാം കുറച്ച് ഇതായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് തന്നെ കാണുന്നു. പക്ഷെ രണ്ടുപേർക്കും തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥയാണ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് അവരുടെ ഇടയിൽ എന്നും കാണുന്നുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ജഗ്ലിങ്ങും അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും ഫൈനാൻഷ്യൽ ജഗൽ, അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാത്തതായിരിക്കാം, അങ്ങനെയും ഒരു പാരൻസിനാവാം. എന്ത് തന്നെയായാലും ഒരു റിലേറ്റഡ് ആയിട്ടൊരു ഫൈനാൻഷ്യൽ ജഗ്ലിങ് അവർ ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ തേർഡ് പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സാമ്പത്തിക ഭദ്രതയാവട്ടെ, ഒരു വീട് വെച്ച് കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ അവരുടെ സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാവട്ടെ, വെക്കേഷൻസിന് കൊണ്ടുപോകുന്നതാവട്ടെ, കാരണം കുഞ്ഞുങ്ങളും കൂടി ഉള്ളപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവർ വളരെ കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള രീതിയാണ്. ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബാലൻസിങ് സിറ്റുവേഷനിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? പരമാവധി പോകട്ടെ, പോകുന്നിടത്തോളം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. മാനസികമായിട്ട് ഒരൊറ്റപ്പെട്ട സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അവരുടെ തേർഡ് പേഴ്സണും രണ്ടുപേരും തന്നെ ഇരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരും തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ഓവർ തിങ്കിങ്ങിൽ കൂടി രണ്ടുപേരും തന്നെ കടന്നു പോകുന്നതായിട്ടും കാണുന്നു. ഓക്കെ, കാരണം കൂടുതലായിട്ടും നിങ്ങളുടെ തേർഡ് പേഴ്സണും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ അവരോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുന്നത്, അവിടെ സ്നേഹമല്ല എന്നുള്ളത് നിങ്ങളുടെ തേർഡ് പേഴ്സണും മനസ്സിലാക്കി തന്നെയാണ് കൂടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങളുണ്ട്, മറ്റു ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം വേണ്ടി ഇവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ ഇന്നിനി വേറെ മെസ്സേജസ് ഒന്നും എടുക്കുന്നില്ല. മറ്റേ മോർണിംഗ് മെസ്സേജസ് ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ വേറെന്താണ്, ആക്ച്വലി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളുടെ ഇടയിലുള്ള ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ് അല്ലേ? അപ്പം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുക. 1 ടൈം സബ്സ്ക്രിപ്ഷനാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല. ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, വേറെ എന്താണ്, ദയവായിട്ട് കോൾ ചെയ്യാതിരിക്കുക. എനിക്കിത് പറഞ്ഞ് വയ്യാതായി. ദയവായി കോൾ ചെയ്യാതിരിക്കുക. വാട്സാപ്പ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്താൽ മതി, വോയിസ് മെസ്സേജ് ഇട്ടോളൂ, ഞാൻ കേട്ടോളാം. ഞാൻ കേൾക്കുന്ന സമയത്ത് തീർച്ചയായും മറുപടി തരുന്നതാണ് കേട്ടോ.
ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ മെസ്സേജ് വന്ന് ഉടനെ ഞാൻ റിപ്ലൈ ചെയ്തു എന്ന് വരില്ല. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ തീർച്ചയായും നിങ്ങളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യും. മെസ്സേജസ് ഞാൻ അങ്ങനെ മിസ് ചെയ്യാറില്ല കേട്ടോ. ദയവായി കോൾ ചെയ്യാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു ഓൾ. ബൈ.